ഇവിടെ ക്രിസൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കംപ്ലീറ്റ് അദ്ദേഹം ചെയ്യുന്നത് ഈ പറഞ്ഞ മെഷീനറികളുടെ വീഡിയോ ആണ്. പ്രത്യേകിച്ച് പാലക്കാടിന്റെ വളരെ അടുത്തൊരു സ്ഥലമാണ് കോയമ്പത്തൂരിൽ. ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള മെഷീനറികളുടെ വീഡിയോകൾ ആൾക്കാർക്ക് പ്രയോജനമായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. ചെറുകിട സംരംഭങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു റീച്ചുമായിട്ടാണ് സുൽഫി പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാലിക്കറ്റ് നടന്ന എക്സ്പോയിലും സുൽഫി പങ്കെടുത്തിരുന്നു. കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നും നമ്മുടെ എക്സ്പോയുടെ വീഡിയോസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയുള്ള രാഗത്തോടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിന് സുൽഫിയോട്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. എന്റെ പേര് സുൽഫിയാണ്. ചാനലുകളുടെ പേരൊക്കെ സുൽഫി KJ എന്നാണ്. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോസ് ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജിൽ നിന്നൊക്കെ കൊണ്ട് ഒരുവിധം കുഴപ്പമില്ലാതെ റീച്ച് ആവുന്നുണ്ട്. അപ്പൊ നമ്മള് വണ്ടികളുടെ അതേപോലെ മോട്ടോർ ഐറ്റംസ് ആ ഒരു ലെവലിലായിരുന്നു ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ കാലിക്കറ്റ് മീറ്റപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് റോബിൻ ചേട്ടൻ നമ്മളെ അതിൽ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ വന്നപ്പോ മിഷീനുകളുടെ വീഡിയോസിലേക്ക് ഞാൻ കയറി. അങ്ങനെ മിഷീനുകളുടെ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തപ്പോ എനിക്ക് ഒരുപാട് നല്ല റീച്ചുമായി. അതേപോലെ ഒരുപാട് പേര് എനിക്ക് പ്രൊമോഷൻ വീഡിയോക്ക് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ തന്നെ ഒരു 10 എൻക്വയറീസ് വരുന്നുണ്ട്. ഒരു മാസത്തിൽ 2 വീഡിയോ ആ ഒരു ലെവലിൽ പ്രൊമോഷനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഫുൾ ടൈം മിഷൻ വീഡിയോസ് ആണ് നിറയെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളുമായിട്ട് ഒരുപാട് വാട്സാപ്പിൽ എനിക്ക് ഒരുപാട് നിരന്തരം മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുമ്പോൾ ഈ തനിയെ ബിസിനസ് തുടങ്ങാന്, പൈസ ഉണ്ടാക്കാന് അങ്ങനെയുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് ഞാൻ ഈ വിഷയം വീഡിയോസുകളൊക്കെ വെച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്താ ബിസിനസ് ചെയ്യാ, എനിക്ക് എന്താ ബിസിനസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവർക്ക് അതിന്റെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് അറിയാത്തൊരു സംഭവമാണെങ്കിലും അവർക്ക് എന്താണ് ആവശ്യം അത് ഞാൻ എവിടുന്നെങ്കിലും കളക്ട് ചെയ്തിട്ട് അവർക്ക് ഞാൻ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ നമ്പറുകളോ അല്ലെങ്കിൽ കമ്പനികളുടെ അഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനെയുള്ള എല്ലാതും ഞാൻ അവർക്ക് കളക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കും ഹാപ്പിയാണ്. അപ്പൊ ഏകദേശം അങ്ങനെയൊക്കെ ഒരു ഇതിൽ പോകുന്നു. ഇപ്പൊ ഞാൻ മലയാള മനോരമ സംഘടിപ്പിച്ച കോഴിക്കോട് എന്റെ 2ാമത്തെ മീറ്റപ്പാണ്. അതിന് മനോരമയോട് ഒരു നന്ദി വാക്ക് പറയുകയാണ്. എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അതിന് ഇൻവൈറ്റ് ചെയ്ത റോബിൻ ചേട്ടനും ഒരു നന്ദി പറയുകയാണ്. അത്രേ ഉള്ളൂ. വേറെ താങ്ക് യു. നന്ദി, നമസ്കാരം. Come on.